ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരോ ഡ്രസ്സ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഡിസൈൻ ചെയ്തെടുക്കുമ്പോഴും ഒരു എന്താ പറയുക, നമ്മുടേന്നല്ല മറ്റുള്ളവരുടെ ഉള്ളിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ മൾട്ടിമീഡിയയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ ഒരു തയ്യൽക്കാരിയായി നിൽക്കാനാണോ ഇത് പഠിച്ചത്, അങ്ങനെയുള്ളൊരു ചോദ്യം ഞാൻ പലപ്പോഴായിട്ട് പല ആളുടെ അടുത്തുനിന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരാളെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാളും ഹാപ്പിയാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ. പിന്നെ നഷ്ടങ്ങളായാലും ലാഭമായാലും നമ്മൾ തന്നെ സഹിച്ചാൽ മതി. അത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറും ലാഭം മാത്രം നോക്കിയിട്ട് ഒരു ജോലിയോ ഒരു ബിസിനസ്സോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്, അതും കൂടി ഇതിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏതൊരു ജോലി ചെയ്തിട്ടോ, ഏത് ജോലി എന്നല്ല, ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഒരു ജോലിയിലും ഹാപ്പി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ജോലി ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയിപ്പോൾ മൾട്ടിമീഡിയയ്ക്ക് ഞാൻ ചെയ്യുന്ന ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഗ്രാഫിക് ഡിസൈനറോ ഒരു വെബ് ഡിസൈനറോ ഒക്കെ ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ടാവും. പക്ഷേ അത് നിന്ന സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ നമുക്കുണ്ടാവും എല്ലാ കാര്യത്തിലും. നമ്മൾ എത്രയും ഈസി ആയിട്ട് ഒരു ജോബും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ജോബാണെങ്കിൽ തന്നെ, ഈ ഒരു തയ്യൽ ജോബ് എന്ന് പറഞ്ഞാലും ഒട്ടും ഈസി അല്ല. നല്ല എഫേർട്ട് ഉണ്ട്. കാണുന്നവർക്ക് വിചാരിക്കും നല്ല ഈസി അല്ല, വെറുതെ തുണിയെടുത്ത് മെഷീൻ എടുത്ത് അടിച്ചാൽ മതിയല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇത് എല്ലാവർക്കും പറ്റിയൊരു പണിയോ അല്ല. ഇതിന് കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്ത് തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിമീഡിയ ആണെങ്കിലും നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഡിസൈനറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും പറയുന്ന കാര്യത്തിന് മാത്രമേ അവരെ തീരുമാനത്തിന് മാത്രമാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടിയിട്ടുള്ളൂ. പിന്നെ അല്ലാതെ നമ്മളൊരു സ്വന്തമായിട്ടാണോ ബിസിനസ് ചെയ്യുന്നെങ്കിൽ ഓക്കെ, നമുക്കതിൻ്റെ ഡിസിഷൻ എടുക്കാം. ഞാൻ എപ്പോഴും തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ആരും കീഴിൽ ഒരു ജോലി എടുക്കാൻ പോകില്ല എന്ന്. ഇനി ഈ സർവേശ്വര അതിനുള്ള വഴി വരുത്തുകയാണെങ്കിൽ നമ്മൾ പോയേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ ദൈവം സഹായിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് സ്വന്തമായിട്ട് എങ്ങനെയോ ഞാൻ ഒരു ജോലി പഠിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ജോലി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞാൽ മതി എന്ന് മാത്രമേ ഞാൻ എപ്പോഴും വിചാരിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾക്ക് മക്കളെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഷോപ്പിൽ പോകാം, അങ്ങനെയുള്ള ഒരു ഇതിൽ മാത്രമാണ് ഞാൻ ഫാമിലിക്ക് മുൻകൂർ കൊടുത്തിട്ട് മാത്രമേ എൻ്റെ ജോലി ചെയ്യാറുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണെങ്കിലും നമ്മൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, മക്കളെ കൂടെ നിൽക്കും ചെയ്യാം. അതിനോടൊപ്പം തന്നെ അവർക്ക് എപ്പോഴും നമ്മുടെ സാമീപ്യം ആവശ്യമുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ അവരുടെ കൂടെ തന്നെയുണ്ട്. എന്നാലും എനിക്കൊരു ജോലിയായിട്ട് ജോലി എടുക്കാനും പറ്റുന്നുണ്ട്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെടികളെ കൂടെയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്താറുണ്ട്. ഞാൻ അത്യാവശ്യം പൈസ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇവരെന്ത് വിചാരിക്കുന്നിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അങ്ങനെ ഒട്ടും സംശയിക്കേണ്ട. നിങ്ങളും എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ഷോപ്പ് കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിന് പറ്റും. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഒട്ടും സംശയിക്കാതെ മുന്നോട്ട് വരിക.